ലൈൻ കട്ട് ചെയ്തതാ. ഇപ്പം നോർമലാ, റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവന് 2 വർഷമായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു. അത് അവളുടെ വീട്ടിലറിഞ്ഞ ആകെ പ്രശ്നമായി. പിന്നെ അവൾക്ക് വേറെ കല്യാണമൊക്കെ ഉറപ്പിച്ച് ഇപ്പം അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അവൾ അവളുടെ വീട്ടിൽ ലോക്കാണ്. കുറച്ച് അടിക്കാൻ നോക്കി. ബാ. സോറിളിയ. എടോ കിടക്കടോ, ഗുസ്തി പിടിക്കാറൊന്നും ആയിട്ടില്ല. ഈ മരുന്ന് കഴിച്ചേക്ക്. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവരും ഒന്ന് ഇനി എന്താ നിന്റെ പ്ലാൻ? ജീവിക്കണോ മരിക്കണോ? എനിക്ക് ജീവിക്കണം ഈശ്വരൻ്റെ കൂടെ. നീ വിളിച്ച അവൾ ഇറങ്ങി വരുമോ? വരും, പക്ഷെ അവളെ പൂട്ടിയിട്ടേക്ക്. പൂട്ടൊക്കെ നമുക്ക് വിളിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ കൂടെ? ഞങ്ങളുടെ റിലേഷൻ തുടക്കം തൊട്ട് അറിയാവുന്നൊരു കസിൻ ഉണ്ട്. ഞാൻ 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. നമ്പറുണ്ടോ? ഹലോ. ആ, ഞങ്ങളിവിടെ എത്തി. അതാണെന്ന് തോന്നുന്നുണ്ട്. ചെല്ലി. ഹായ്, ദേവിക. രഞ്ജിത്ത്. രാജേഷ്. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ദേവികയുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഇപ്പം ഫിക്സ് ചെയ്തിരിക്കുന്ന നിഷയുടെ മാരേജ് നടക്കാൻ പാടില്ല. വാട്ട്? അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഇയാൾ വിചാരിച്ച നിഷയൊന്ന് പുറത്തെത്തിച്ച് തരാൻ പറ്റില്ലേ? ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ഇറ്റ്സ് ഫൂളിഷ്നെസ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, തനിക്ക് നിഷയൊന്ന് പുറത്തെത്തിച്ച് തരാൻ പറ്റൂ? അവക്കെ നല്ലൊരു ലൈഫ് വെയിറ്റിംഗിലാ. ഞാനായിട്ട് അത് നശിപ്പിക്കാൻ കൂട്ടു നിൽക്കില്ല. ഇതിനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. വെറുതെ മനുഷ്യനും മെനക്കെടുത്താൻ വേണ്ടി. നീ എന്ത് ചെയ്യാൻ പോണെ? ഒരു മിനിറ്റ്. ഇയാൾ പറഞ്ഞല്ലോ നിഷയ്ക്ക് നല്ലൊരു ലൈഫ് വെയിറ്റിംഗ് ആണെന്ന്. എന്താ അത്? അവൾക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ സ്നേഹം നടിച്ച് കഴിയുന്നു? അതോ ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്വയം സങ്കടപ്പെട്ട് ഒരു ജീവിതം മുഴുവൻ തീർക്കുന്നു? അവളെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ വേണ്ടാന്ന് വെച്ച് ജീവിക്കാൻ അവൾക്ക് പറ്റൂ? പോയെന്ന് ചോദിച്ചു നോക്ക്, അവൾ ഹാപ്പിയാണോ? 10-25 വർഷം വളർത്തി വലുതാക്കി അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ സ്നേഹം മറ്റാർക്കും കൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ 4 ദിവസമൊക്കെ കാണാതിരുന്ന തീരാവുന്ന സ്നേഹമേ ഉള്ളൂ മറ്റുള്ളവർക്കൊക്കെ. അത് അവള് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ.